ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് വലപ്പാട് ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റ ശേഷം പോലീസുകാർ പ്രതികളായി 233 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ തന്നെ സമ്മതിക്കുന്നു. ഇത് വളരെ പഴയ കണക്കാണ്. അത് തന്നെ മുഴുവനും ഇല്ല. രജിസ്റ്റർ ചെയ്യാതെ പോയ കേസുകൾ ഇതിന്റെ 10 ഇരട്ടി വേറെ കിടക്കുന്നു. യാചക നിരോധന മേഖലയിൽ ഭിക്ഷാടനത്തിനിറങ്ങാം, പോലീസിന് കൈക്കൂലി കൊടുത്താൽ. ഇതായിരിക്കുന്നു സ്ഥിതി. ഇതിനേക്കാൾ ഹീനമായ ഒരു അഴിമതി ലോകത്തിൽ വേറെ എവിടെയാണ് ചൂണ്ടിക്കാട്ടാനാവുക? നിർത്തണോ? ഏതാണ്ട് ഒരു ആനക്കാര്യം പോലെ. ഭിക്ഷക്കാരെ ഒരു ദിവസത്തെ വരുമാനം എന്താണെന്ന് കണ്ട ബാറിലിരുന്ന് വായി തോന്നുന്ന നാറിക്കറിയോ? ടൂറിസ്റ്റ് ടാക്സി വരേണ്ട അവരെ ചിലർക്ക് ഇവിടെ. എന്ന് വെച്ചാ താനാ കേരള ഭൂമിയിലെ മേലെ ഒഴിച്ചു ലൈനിൽ തന്നെ. സാർ, യെസ്, മേനോൻ സ്പീക്കിംഗ്. ഹോം മിനിസ്റ്ററോ? കൊടുക്കൂ. ഗുഡ് മോർണിംഗ് സർ. ഓ, കണ്ടില്ല. കാണാതെ പിന്നെ താൻ പത്രാധിപരാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നതിനാ? കണ്ടിട്ടേ കൊടുക്കാവുന്നതാണ്. ഇന്നലെ പക്ഷേ ലോട്ടസ് ക്ലബിൽ റമ്മി ടൂർണമെന്റ് ആയിരുന്നുകൊണ്ട് ഞാൻ ആ തിരക്കിലതങ്ങ്. അതെ, പക്ഷെ അതല്ല, മൂർത്തിയെ പോലൊരു സീനിയർ ഹാൻഡ് എഴുതുമ്പോ സെൻസർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതി. എന്ന് വെച്ചാൽ എന്ത് തോന്നിയാസം എഴുതാന്നോ? അയ്യോ അല്ല. എടോ, എന്നെ കണക്കാക്കണ്ട. പക്ഷെ ഞാനിരിക്കുന്ന ഈ കസേര ഉണ്ടല്ലോ, അതിനൊരു സ്ഥാനവും വിലയുണ്ട്. അത് ഉപയോഗിച്ച് തന്റെ പത്രവും മാനേജ്മെന്റ് പലതും നേടുന്നുണ്ട്. സാർ ഇത്തവണത്തേക്കൊന്ന് മാപ്പാക്ക്. ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചോളാം. പിന്നെ ബാലകൃഷ്ണൻ ഇടഞ്ഞ മഹാ ചെറ്റയാണ്. ആ